കൊല്ലം ചവറയിൽ മുത്തശ്ശിയെ കൊച്ചുമകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. വട്ടത്തറ സ്വദേശി സുലേഖ ബീവിയാണ് കൊല്ലപ്പെട്ടത്. 28-കാരൻ ഷഹനാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, എന്താണ് ഇവർക്കിടയിലുണ്ടായിരുന്ന പ്രശ്നം? എപ്പോഴായിരുന്നു ഈ സംഭവം? ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ ദാരുണമായ സംഭവം ചവറയിൽ അരങ്ങേറിയത്. അതായത് പെൻഷൻ പണം നൽകാത്ത ദേഷ്യത്തിനാണ് മുത്തശ്ശിയെ കഴുത്തറുത്ത് ഈ ഷഹനാസ് കൊലപ്പെടുത്തിയത്. ഷഹനാസ് നേരത്തെയും ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഇയാൾ ഇതിനു മുമ്പ് ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആൾ കൂടിയാണ്. സ്വന്തം മാതാവിന്റെ മുന്നിൽ വെച്ചാണ് ഈ മുത്തശ്ശിയെ ഇത്തരത്തിൽ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. ഇതിനുശേഷം ഈ തല കഴുത്തറുത്ത് മാറ്റിയ ശേഷം ഒരു കവറിൽ തല സൂക്ഷ്മനിലയിൽ പോലീസ് കണ്ടെത്തുകയും ചെയ്തു. എന്തായാലും ഈ കൊലപാതകം നേരിൽ കണ്ട മാതാവ് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തു. തുടർന്ന് ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചത് അറിഞ്ഞാണ് നാട്ടുകാർ ഈ പ്രദേശത്തേക്ക് കൂടുകയും ഈ വീട്ടിലൊരു പരിശോധന നടത്തുകയും ചെയ്തത്. പിന്നീട് വീട്ടിനുള്ളിൽ തന്നെ ഈ ഷഹനാസ് ഇത്തരത്തിൽ മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ വിവരം നാട്ടുകാരോട് പറഞ്ഞു. അങ്ങനെ പോലീസ് സംഭവ സ്ഥലത്തേക്ക് എത്തുകയും ഈ കൊലപാതക വിവരം സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ മുത്തശ്ശിയുടെ തല അറ്റ നിലയിൽ കാണപ്പെട്ടു. ഈ തല പിന്നീട് കവറിൽ സൂക്ഷിച്ച നിലയിൽ കട്ടിലിന്റെ ഉള്ളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഈ മൃതദേഹം ഇപ്പോൾ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ ഷഹനാസിനെ ഇപ്പോൾ ചവറ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയാണ്. എന്തായാലും ഇയാൾ ലഹരി കടിമയാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. ലക്ഷ്മി, ഷമീർ അബ്ദുൾ ആണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഷമീർ, ഇയാൾക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഇയാളെ പോലീസ് പിടികൂടിയിട്ടുണ്ടോ, ഈ പ്രതിയെ? ലക്ഷ്മി, പ്രതിയെ പോലീസ് ആ വീട്ടിൽ നിന്ന് തന്നെ പിടികൂടിയിട്ടുണ്ട്. നാട്ടുകാർ അറിയിച്ചതനുസരിച്ചാണ് പോലീസ് ഈ വീട്ടിലേക്ക് എത്തുന്നത്. ചോര തളം കെട്ടിയ നിലയിലാണ് ആ വീട്, ആ മുറി ഉണ്ടായിരുന്നത്. തുടർന്ന് ഈ മാതാവ് ഈ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ഇവരുടെ നിലവിളി കേട്ടിട്ടാണ് പരിസരവാസികൾ ഓടിക്കൂടി വീട്ടിനുള്ളിലേക്ക് കയറുകയും ചെയ്തത്. അവരെയും അതായത് ഷഹനാസിന്റെ മാതാവിനെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീടാണ് ഈ കൃത്യം, ഈ വീട്ടിലൊരു ക്രൂര കൊലപാതകം നടന്ന വിവരം നാട്ടുകാർ തിരിച്ചറിഞ്ഞ് പോലീസിനെ വിവരം അറിയിച്ചത്. പക്ഷേ ഈ കൊലയ്ക്ക് ശേഷവും ഈ വീട്ടിനുള്ളിൽ തന്നെയാണ് ഷഹനാസ് തങ്ങിയത്. അതായത് അയാൾക്ക് യാതൊരു കൂസലുമില്ലാതെ ആ വീട്ടിൽ അയാൾ തങ്ങുകയായിരുന്നു. പിന്നീട് പോലീസ് വന്നപ്പോൾ പോലീസിനോടും ഈ കാര്യം കൃത്യമായി വിവരിച്ച് ഇയാൾ നൽകുന്നുണ്ടായിരുന്നു. തുടർന്ന് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. എന്തായാലും ഉടൻ തന്നെ ഈ സംഭവത്തിൽ എഫ്ഐആർ രേഖപ്പെടുത്തുമെന്നാണ് ചവറ പോലീസ് വ്യക്തമാക്കുന്നത്. ഈ കൊലപാതകം ഇയാൾ സമ്മതിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോഴാണ് ഇത് സ്ഥിരീകരിക്കുകയും നാട്ടുകാർ ഇത്തരത്തിൽ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തത്. എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷം എഫ്ഐആർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ചവറ പോലീസ് വ്യക്തമാക്കുന്നത്. ലക്ഷ്മി.